ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർത്തവ സമയത്ത് സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുന്ന ഉചിതമാണോ? ഓക്കെ, നമുക്ക് ചാനലിലേക്ക് പോവാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. വെൽക്കം ടു മൈ ചാനൽ ലാൽകൃഷ്ണ വ്ലോഗ്സ്. തീർച്ചയായിട്ടും ആർത്തവം ഉള്ള എല്ലാ സ്ത്രീകൾക്കും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആർത്തവ സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക, റെസ്റ്റാണ് ബെറ്റർ. അതേപോലെ ഓവർ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക, അതിനും റെസ്റ്റാണ് ബെറ്റർ. ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജോഗിങ്, യോഗ പോലുള്ള വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ മാക്സിമം ഒഴിവാക്കുക. അതായത് ഹൈ വെയിറ്റ് എടുത്തിട്ടുള്ള വർക്കൗട്ടുകൾ മാക്സിമം ഒഴിവാക്കുക. ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യാം. ചെറിയ വെയിറ്റ് എടുത്ത് നമുക്ക് വർക്കൗട്ടുകൾ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീരിയഡ് സമയത്ത് കുറച്ച് ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പീരിയഡ് സമയത്ത് വർക്കൗട്ട് ചെയ്താലുണ്ടാകുന്ന ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എൻഡോർഫിൻ റിലീസാവും നമ്മുടെ ബോഡിയിൽ നിന്നും. നമ്മുടെ മീൻസ് നിങ്ങളുടെ ബോഡിയിൽ നിന്നും എൻഡോർഫിൻ റിലീസാവും. എൻഡോർഫിൻ റിലീസാവുന്നത് വഴി നമുക്ക് മെനിസ്ട്രൽ ക്രാമ്പ്, അതായത് മെൻസസ് പീരിയഡ് സമയത്തുണ്ടാകുന്ന വേദന ഒരു പരിധി എന്നല്ല, ഒരു 90% നമുക്ക് വേദന കുറയ്ക്കാൻ സാധിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. എൻഡോർഫിൻ റിലീസാവുന്നത് വഴി നമുക്ക് വേദന വളരെയേറെ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചാൽ PMS, അതായത് പ്രീ മെനസ്ട്രൽ സിൻഡ്രം, അത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രീ മെനസ്ട്രൽ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീരീഡ്സ് വരുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, നിങ്ങൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് അനാവശ്യമായി ദേഷ്യം വരിക, അല്ലെങ്കിൽ അധികമായ സങ്കടം വരിക, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഒരു പരിധി വരെ ഈ വർക്കൗട്ട് മൂലം കുറയ്ക്കാൻ സാധിക്കും. പ്രീ മെൻസ്ട്രൽ സിൻഡ്രം നമുക്ക് ഒരു പരിധി എന്ന് വെച്ചാൽ ഒരു 70% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകൾ, അതായത് ഹോം വർക്കൗട്ട് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകളിലും പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യാത്ത സ്ത്രീകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഓവർ ബ്ലീഡിങ്ങും ഓവർ പെയിനും അവരുടെ സ്ട്രെസ്സും അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സും വളരെ കുറവായിരിക്കും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക, യോഗ, ജോഗിങ്, അങ്ങനെ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുക, ചെറിയ വെയിറ്റ് എടുത്ത് വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് മാത്രമല്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വർക്കൗട്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് മാറ്റാൻ, അതേപോലെ PMS ഒരു പരിധിവരെ മാറ്റി നിർത്തും, അതേപോലെ നമ്മുടെ എൻഡോർഫിൻ റിലീസ് ചെയ്ത് നമുക്ക് ഒരു ഹാപ്പിനെസ് നൽകും. അപ്പോൾ ഇത് വളരെ ഒരു നല്ല കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അത് പീരിയഡ് സമയത്ത് ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, നമുക്ക് സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്നവരിൽ ഒരു ഹാപ്പിനെസ് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുക. പിന്നെ വർക്കൗട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനും കൂടെയാണ്. സോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ആരോഗ്യവാനായിട്ടിരിക്കുക, ആരോഗ്യവതികളായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.